ആദ്യം നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കണ്ടിട്ട് വരാം. എന്താണ് ലാല ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത്? ഓരോന്നും അതിൻ്റെതായ സമയമുണ്ട്. സംവിധായകനാകുമെന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം വരവേൽപ്പ് എന്ന സിനിമയിലെ ഫൈറ്റ് ഡയറക്റ്റ് ചെയ്തത് മോഹൻലാലാണ്. ഷൂട്ടിങ്ങിന് തലേദിവസമാണ് വിളിച്ചു പറഞ്ഞത് ത്യാഗരാജ മാഷിക്ക് വരാൻ സാധ്യതയില്ലേക്കില്ല, അപ്പോൾ ലാൽ അവിടെ ഉണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലാൽ പറഞ്ഞു ത്യാഗരാജ മാഷ് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കത് ചെയ്യാം. അത് ഷോർട്സ് ഡിവൈഡ് ചെയ്തെല്ലാം. അപ്പോൾ എനിക്കറിയാം ലാലിൻ്റെ ഉള്ളിൽ ഒരു ഡയറക്ടർ ഉണ്ട്. രാവണപ്രഭുവിൻ്റെ കാര്യം കൂടെ പറയട്ടെ. ആ രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗപ്പൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആ ഫൈറ്റ് അതെടുക്കാനും അന്ന് കനൽക്കണ്ണനെയാണ് ഫൈറ്റ് മാസ്റ്ററായിട്ട് വെച്ചിരുന്നത്. പക്ഷെ അന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. ലാൽ പറഞ്ഞു അണ്ണാ അത് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഫൈറ്റും മോഹൻലാൽ തന്നെയാണ് കൊറിയോഗ്രാഫ് ചെയ്തത്. ആ ഫൈറ്റ് മൊത്തം കമ്പോസ് ചെയ്തിട്ടുള്ളതും ഫൈറ്റ് കമ്പോസിഷൻ പുള്ളിയുടെ ഒരു വീക്ക്നെസ് ആണ്. ഇന്നസെന്റ് വരവേൽപ്പിന്റെ ഷൂട്ടിംഗ് സമയത്ത് പറഞ്ഞു ഇവൻ നടനായിരുന്നില്ലെങ്കിൽ നമ്മുടെ ത്യാഗരാജനായെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീനിവാസ് പറഞ്ഞു ഞാനായിരിക്കും അങ്ങനെയാണെങ്കിൽ സയൻഡോ കൃഷ്ണൻ. മോഹൻലാൽ ചെയ്ത ഫൈറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് നേരത്തെ അറിയാം. അതിനു മുമ്പ് ഏറ്റവും ആദ്യം വാർത്തയായത് സത്യം പറഞ്ഞാൽ വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിൽ ഫൈറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ മോഹൻലാലാണ് ഫൈറ്റ് കൊറിയോഗ്രാഫി സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തത് എന്ന വാർത്ത ഭയങ്കരമായിട്ട് വന്നതാണ് അന്നത്തെ സമയത്ത്. അതിപ്പോഴും ആഘോഷിക്കപ്പെടുന്നുണ്ട്. മോഹൻലാലിൻ്റെ ഫൈറ്റിനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം കമ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചറിയാം. ഈ ബറോസ് എന്ന സിനിമയുടെ സംവിധാനത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ മോഹൻലാലിൻ്റെ ഈ ഫൈറ്റിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു ഇത് വന്നായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് സംവിധാനത്തിലുള്ള കഴിവ് അവിടെ തൊട്ട് തുടങ്ങിയതാണ് എന്ന രീതിയിൽ. ഇത് രണ്ടും നമുക്ക് പുതിയ അറിവാണ്. രാവണപ്രഭുവിൻ്റെയും വരവേൽപ്പ് എന്ന ചിത്രത്തിൻ്റെയും സ്റ്റണ്ട് മോഹൻലാലാണ് ചെയ്തതെന്നുള്ളത് അതൊരു പുതിയ അറിവാണ്. അവർ പറഞ്ഞപ്പോഴാണ് നമ്മളും അറിയുന്നത്. സിദ്ദിഖ് ഇത് പറഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിൽ ആരാധകരെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ രാവണപ്രഭുവിലെ ആ ഫൈറ്റ് എന്ന് പറയുന്ന ഒരു ഐക്കോണിക് ഫൈറ്റാണ്. ഇന്നും പ്രേക്ഷകർ ആഘോഷിക്കുന്നത്. കാരണം അതിൻ്റെ മുമ്പിലൊരു ഡയലോഗും ആ ഡയലോഗിന് ശേഷമുള്ള മോഹൻലാലിൻ്റെ ആ ഒരു ഫൈറ്റും ഉണ്ട്. ആ സിഗരറ്റ് ഇങ്ങനെ തുപ്പിയിട്ടുള്ള ഒരു ഫൈറ്റ്, ഒരു ഗംഭീര ഫൈറ്റാണത്. അത് മോഹൻലാൽ കമ്പോസ് ചെയ്തെന്ന് പറയുമ്പോൾ ശരിക്കൊരു സ്റ്റണ്ട് കൊറിയോഗ്രാഫർ ചെയ്ത ഫാസ്റ്റായിട്ടുള്ള ഒരു സ്റ്റണ്ട് സീക്വൻസ് ആയിരുന്നു. അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സംവിധാന മികവ് സ്റ്റണ്ടിൽ അദ്ദേഹം തെളിയിച്ചെങ്കിൽ അല്ലാത്തതിലും ഗംഭീരമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് നമ്മൾ. കാരണം ബറോസ് എന്ന ചിത്രം നമ്മൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ ആദ്യത്തെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം. അപ്പോൾ ആ ആകാംക്ഷ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽപ്പ് വെറുതെ അല്ല എന്ന് കാണിക്കുന്ന വാക്കുകൾ കൂടിയായിരുന്നു സിദ്ദിഖും ഇപ്പോൾ സത്യനന്ദിക്കാടും പറഞ്ഞത്. വരവേൽപ്പ് എന്ന ചിത്രത്തിൽ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജൻ ചെയ്യേണ്ട ഫൈറ്റ് സീനാണ് മോഹൻലാൽ അപ്പോൾ ചെയ്തത്. അതുപോലെ തന്നെ കനൽക്കണ്ണൻ ചെയ്യേണ്ട സാധനമാണ് മോഹൻലാൽ രാവണപ്രഭുവിൽ ചെയ്തത്. ഇത് രണ്ടും ഗംഭീര ഫൈറ്റാണ്. വരവേൽപ്പ് സത്യം പറഞ്ഞാൽ ഫൈറ്റ് അത്രയ്ക്ക് നമ്മൾ ഓർത്തിരിക്കത്തില്ല, അത്രയ്ക്ക് ഒരു ആ സിറ്റുവേഷൻ ഫൈറ്റുകളായിരുന്നു. രാവണപ്രഭുവിൽ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫൈറ്റ് ഒരു കരഘോഷം ലഭിക്കേണ്ട ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്. ഒരു ഗംഭീര സീനും ബ്രേക്കിന് മുമ്പുള്ള ഒരു സംഭവമാണ്. അത് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് അവർക്കാണല്ലോ അത് ഇത് വരേണ്ടത്. ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ട സീനാണ് അത്. പക്ഷെ മോഹൻലാൽ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതം തന്നെയാണ്. അദ്ദേഹത്തിന് ആ കഴിവുണ്ട്, അത് സ്റ്റണ്ട്. അപ്പം അവർ തന്നെ പറഞ്ഞല്ലോ മോഹൻലാൽ നടനായിരുന്നില്ലെങ്കിൽ നമ്മളെ ത്യാഗരാജൻ മാസ്റ്റർ ആകുമായിരുന്നു എന്നുള്ളത്. അതൊരു ഗംഭീര സംഭവമാണ്. സംവിധാനത്തിലുള്ള ചെറിയ കഴിവുണ്ട്. അപ്പോൾ ബറോസിലെത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഗംഭീര മോഹൻലാൽ പരിപാടികളൊക്കെ കാണാമെന്നുള്ളത്. ഫൈറ്റിൽ മോഹൻലാൽ കടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബറോസിൽ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജാക്കഡ് എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ ഡയറക്ടറാണ്. അത് പുള്ളിയെ നമ്മൾ കണ്ടിട്ടുള്ളത് മരക്കാരനകത്തൊരു വേഷം ചെയ്തായിരുന്നു. ഒരു ചൈനീസ് ലുക്കുള്ള ആ പുള്ളിയാണ് സ്റ്റണ്ട് ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്, ബറോസിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. സ്റ്റണ്ട് സീക്വൻസിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ഇടയിൽ വൈറലായിരുന്നു. അപ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു ആയോധന കല, മറ്റേ വെസ്റ്റേൺ സ്റ്റൈലുള്ള ആയോധന കല നമുക്ക് കാണാൻ കഴിയും, കുംഫു പോലുള്ള സാധനങ്ങൾ. അപ്പം അതിനകത്ത് മോഹൻലാൽ കൈകടത്തിയിട്ടുണ്ടോ എന്നത് അറിയാൻ പറ്റത്തില്ല. അത് മിക്കവാറും കാണത്തില്ല. ഡയറക്ഷനിൽ കൂടുതൽ ഇത് കൊടുക്കുമ്പോൾ അതിനൊക്കെ പ്രാധാന്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മോഹൻലാലിനുള്ളത് കൊണ്ട് തന്നെ ഫൈറ്റിനും പ്രാധാന്യം കാണും. എന്തായാലും മോഹൻലാലിൻ്റെ ഇങ്ങനെയുള്ള കഴിവുകളും ഇവരൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ മോഹൻലാലിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി പോലെ തന്നെ ആയിരിക്കും ഫിലിമും ഒരു സംവിധായകൻ്റെ മികവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബറോസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്.